ശരിക്കും ഇത് കുറേ നാൾ മുമ്പേ ഒരു ലാംഗ്വേജ് ഒരു ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മുടെ ഈ ലാംഗ്വേജിനൊക്കെ കുറേ പ്രശ്നമുണ്ട്. അതായത് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാനും കമ്പ്യൂട്ടറൈസ് ചെയ്യാനും കുറച്ച് ചലഞ്ചസ് ഉണ്ട്. കാരണം ഒരേപോലെ അല്ല വായിക്കുന്നത്, ഒരേപോലെ അല്ല പറയുന്നത്. തീർച്ചയായിട്ടും മറ്റേ ഒരു ജെൻ ഫേസ് വന്നപ്പോഴാണ് ഇത് സോൾവ് ചെയ്തത്. പഴയ എഐക്കോ ഒന്നും അല്ലെങ്കിൽ മോഡൽ ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ ഇത് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അന്ന് ഇവർ ചെയ്ത ഒരു സാധനം എന്ന് വെച്ചാൽ എസ്പെറാന്തോ എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു. എസ്പെറാന്തോ അത് മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്, ഫുൾ ലാംഗ്വേജ്. അതായത് അതിന് വേർഡ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, ലാറ്റിൻ ലെറ്റേഴ്സ് ആണ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്. പക്ഷേ 23 ലെറ്റേഴ്സിന്റെ ഒരു ആൽഫബറ്റ് ഇതാണ്. അതായത് നമ്മുടെ മലയാളമൊക്കെ പോലെ ലാംഗ്വേജ്, കംപ്ലീറ്റ് പുതിയ ലാംഗ്വേജ്. അത് മറ്റേ ഡ്യൂലിംഗ്വലുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ പഠിക്കുന്നുണ്ട്. അതിനൊരു വലിയ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അത് പഠിച്ചവരാണ്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കമ്മ്യൂണിറ്റിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹോസ്റ്റ് ചെയ്യും ഫ്രീ ആയിട്ട്. കാരണം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവരോട് സംസാരിക്കാൻ. അപ്പൊ അത് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് അത് കുറെ പേര് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ വേർഡ്സും ഗ്രാമർ സിംപ്ലിഫൈ ചെയ്തു, വെരി യൂണിഫോം ഗ്രാമർ ആക്കി. അപ്പൊ ആ വലിയ കോംപ്ലക്സ് റൂൾസ് എല്ലാം എടുത്ത് കളഞ്ഞു. മനസ്സിലായി. അപ്പൊ നമുക്ക് ഏത് വേർഡാണെങ്കിലും നമുക്ക് ഊഹിക്കാം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആക്കിയാൽ മതി. ഇംഗ്ലീഷിൽ അത് പറ്റുമോ? അതാണല്ലോ അല്ല, അത് ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഹാവ് ബീൻ ആണോ ഹാസ് ബീൻ ആണോ എന്നൊക്കെ. അപ്പൊ അത് സോർട്ട് ആവും അല്ലേ ഈ ഒരു സംഭവം? ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, അതെല്ലാം ഈസി ആവും. അതായത് ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ്, യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. നമ്മൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറയുന്നില്ല, യൂക്കലേല എന്ന് പറയുന്നത്, അത് പഠിക്കാൻ വരെയുള്ള എളുപ്പമാണ്. ശരി, സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ പോലെ ലാംഗ്വേജിലെ ആ സാധനമാണ് ഇത്. ഇത് ആർക്കും പഠിക്കാം. അത് ഈ ലാംഗ്വേജ് കോംപ്ലക്സ് ആക്കുന്ന സാഹിത്യമാണ്. ഇതിൽ ആ സാഹിത്യത്തിന്റെ ബേർഡൻ ഇതിനില്ല, കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതായത് അപ്പുറം നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം, അതാണല്ലോ ബേസിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പൊ അത് പക്ഷെ ഇപ്പൊ ഇവരെന്താ വെച്ചാൽ ഇവര് മറ്റേ LLM വന്നു, അല്ലെങ്കിൽ ജെൻ വന്നതോടുകൂടി ആ ലാംഗ്വേജിന്റെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ സോൾവ് ആയി. ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലേ? ഇപ്പൊ നമ്മൾ ചാറ്റ് GPT സാധനം. അപ്പൊ ഇപ്പൊ അവന് ലാംഗ്വേജ് മനസ്സിലാകാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഏത് ലാംഗ്വേജ് മനസ്സിലാവും, മറ്റേതിന് വലിയ പ്രസക്തി ഇല്ല. ആൾക്കാർ അത് ഫോർസ് ചെയ്തില്ല, ഇത് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ലാംഗ്വേജ് വന്നപ്പോ ഇത് സോൾവ് ചെയ്തു. മനസ്സിലായി. അത് മാത്രമല്ല, എന്താ ഒരു ഗുണം എന്നറിയാമോ? നിങ്ങൾക്ക് സിമ്പിൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, അവന് ടെൻസും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ തപ്പിപ്പെറുക്കി പറഞ്ഞാലും അവൻ ആ കാര്യം ചെയ്തു തരുന്നുള്ളതാണ്. സ്പെല്ലിങ് പ്രശ്നമേ അല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡ്സ് അല്ലെ സെന്റൻസ് കറക്റ്റ് ആണെങ്കിൽ അവന് സ്പെല്ലിംഗ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ട് തിരിച്ചു പറഞ്ഞോളൂ. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമുക്കൊരു ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ ഇടണം, നേരെ ചാറ്റിപ്പിയോട് പറഞ്ഞത് നമ്മുടെ ടോൺ ഇങ്ങനെയാണ്, നമ്മളുടെ റൈറ്റിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് ആ റൈറ്റിംഗ് സ്റ്റൈലിൽ അവൻ എഴുതിത്തരും. അത് ഇംഗ്ലീഷ് മാത്രമല്ല, മലയാളം നല്ല ഭംഗിയായിട്ട് എഴുതിത്തരും. അതെങ്ങനെ? അപ്പൊ അതിനെങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാ? അത് നമ്മൾ ആദ്യം നമുക്ക് ഔട്ട്പുട്ട് മലയാളത്തിൽ വേണമെന്ന് പറയാം, എന്നിട്ട് ഇംഗ്ലീഷ് പ്രോംപ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് പറയാം, ഞാൻ എങ്ങനെയുള്ള ആളാണ്, ഞാൻ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു കോൺവെർസേഷൻ ചെയ്താണ്, സാമ്പിൾ കൊടുക്കാം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മുടെ സ്റ്റൈലിലേക്ക് അഡോപ്റ്റ് ചെയ്യും. അത്ര അഡ്വാൻസ്ഡ് ആയി. കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു നോവൽ എഴുതാം സുഖമായിട്ട്,